ഈ വരുന്ന 17-ാം തീയതിയാണല്ലോ നമ്മുടെ പബ്ലിക് എക്സാമിന് തൊട്ട് മുന്നേയുള്ള മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കുട്ടി ഒരു സെഷൻ്റെ ഇടയിൽ ചോദിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്നായി. പബ്ലിക് എക്സാം പോലെ തന്നെ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട നമ്മുടെ സ്കോറും നമ്മുടെ പഠനത്തിൻ്റെ നിലവാരം എവിടെ എത്തിയെന്ന് കറക്റ്റ് അളക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നല്ല ടൂളാണ് ശരിക്കും മോഡൽ എക്സാം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിനെ വളരെ ഗൗരവത്തിൽ സഗൗരവം നമ്മൾ ഡീൽ ചെയ്യണം. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ കയറി എഴുതി വെച്ച് ലാഘവത്തോടെ ചിരിച്ച് ഇറങ്ങി വരുന്ന ഒരു ശൈലിയിലേക്ക് പബ്ലിക് എക്സാമിൻ്റെ തൊട്ട് മുന്നുള്ള മോഡൽ എക്സാമിനെ നിങ്ങൾ മാറ്റരുത് എന്നാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തൊക്കെയാണ് വീഴ്ചകൾ? പബ്ലിക് എക്സാം ശരിക്കും ഈ പബ്ലിക് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ പ്രായത്തിൽ ചെറിയൊരു സാധനമായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും പബ്ലിക് എക്സാം നമ്മുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിലേക്ക് തിരിയുമ്പോൾ വലിയ പ്രാധാന്യമുള്ള സംഭവം അല്ലേ? ഈ 2 മാർക്ക് പോവുക 1 മാർക്ക് പോകുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ കരിയറിലെ 1 മാർക്കാണ് പോകുന്നത് എന്നുള്ള ഗൗരവം നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. നിങ്ങൾ മോഡൽ എക്സാമിനെ പ്രീ പബ്ലിക് എക്സാം ആയിട്ട് തന്നെ എടുക്കണം. അതിനുള്ള ഗൗരവവും ആംബിയൻസും അതിന് വേണ്ടിയിട്ടുള്ള പബ്ലിക് എക്സാമിനെ നിങ്ങൾ എങ്ങനെയാണോ ഡീൽ ചെയ്യാറ്, അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനെ എത്രത്തോളം ഗൗരവത്തിലാണ് അപ്രോച്ച് ചെയ്യാറ്, അതേ രീതിയിൽ തന്നെ ഈ എക്സാമിനെയും മോഡൽ എക്സാമിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് ഒന്നാമത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം ഇയേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിരിക്കണം. എത്ര കൊല്ലത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അത് പറയുമ്പം HSS ലൈവിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ അടിച്ചു നോക്കൂ, HSS ലൈവ് PDF-കൾ ഒരുപാട് കിട്ടും. നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടും, എക്സ്പേർട്ടുകൾ ഉണ്ടാക്കിയ പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും, കഴിഞ്ഞ വർഷങ്ങളിലെ ഹാഫ് ഇയറിൽ ഇങ്ങനെ തുടങ്ങി സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം കിട്ടും. HSS ലൈവിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ആ സാധനങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുകൊണ്ട് പബ്ലിക് എക്സാമിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കമായിട്ട് നിങ്ങളിതിനെ എടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മാക്സിമം നിങ്ങൾ ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചവരുണ്ടാവും. ഇതിനകത്ത് പറയുമ്പം നോട്ടുകളാണെങ്കിലും ഷോർട്ട് നോട്ടുകളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കുറിപ്പാത്തുകളൊക്കെ ആയിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളത് മാക്സിമം റിവൈസ് ചെയ്യണം. അപ്പം സാറേ ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു നോട്ട് നിങ്ങളുടെ അടുത്ത് നോട്ടുണ്ടല്ലോ അല്ലേ? സാർമാർ ക്ലാസ്സിൽ തന്ന നോട്ടുകളുണ്ടല്ലോ. ഈ നോട്ട് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് അല്ലല്ലോ, അതിനെ കുറുക്കി എഴുതിയൊരു സാധനമാണല്ലോ അല്ലേ? അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും വായിച്ചു നോക്കണം, അത് റിവൈസ് ചെയ്യണം. അതിലൂടെ NCERT നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനെ നിങ്ങൾ കാണാൻ വേണ്ടി ആ നോട്ടിലൂടെ തന്നെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം. സാറുമാർ എവിടേക്കാണോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ പലപ്പോഴും പബ്ലിക് എക്സാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കാലങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തിരിച്ചും മറിച്ചും അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്ന രീതിയാണ് കാണാറ്. അപ്പോൾ അങ്ങനെ പഠിക്കണ്ടോ എന്നുള്ളതല്ല. പബ്ലിക് എക്സാമിന് സ്കോർ കിട്ടാൻ വേണ്ടി നിങ്ങളങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നോട്ട്സിലെ ഇമ്പോർട്ടൻ്റ് ആയി സാർമാർ പറഞ്ഞ ഏരിയകളൊക്കെ ഉണ്ടാവില്ല മക്കളെ, അവിടെയൊക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്നല്ല. അടുത്തൊരു കാര്യം, നിങ്ങൾ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ വീഡിയോയുടെ ആദ്യത്തിൽ പറയേണ്ട ഒരു കാര്യമായിരുന്നു എന്നല്ല, പ്ലാൻ ചെയ്യണം. ടൈം ടേബിൾ ഇടണം എന്നൊക്കെ പറയുമ്പോൾ ചില ഇത് പറയുമ്പോൾ തന്നെ ഊക്കിച്ചിരിക്കുന്നവരുണ്ടാവും. കാര്യം എത്ര പ്ലാനുകളായി നമ്മുടെ വേസ്റ്റ് ബോക്സിൽ ഇങ്ങനെ കിടക്കുന്നില്ലേ, നമ്മുടെ വേസ്റ്റ് ബിന്നിൽ ഇങ്ങനെ കിടക്കുന്നില്ലേ. പ്ലാൻ ചെയ്യണമെന്ന് മാത്രമല്ല, പ്ലാൻ ചെയ്തൊരു സംഭവം ഒരു തെല്ല് വിടാണ്ട് നിങ്ങൾ ഒരു ദിവസത്തെ പ്ലാനിങ് അത് എക്സിക്യൂട്ട് ചെയ്തിട്ടേ മക്കൾ ഉറങ്ങാവൂ. നിങ്ങളുടെ ഇതിപ്പോൾ ഞാനൊരു പ്ലാനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്ലാനിങ് അല്ലേ ഇതാവുക? എൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് അല്ലെങ്കിൽ വേറൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് അവർ പറയുന്നത് സാർ ഈ പ്ലാൻ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലാൻ അല്ല ആവുക. നമ്മുടെ പ്ലാൻ ആരാ ഉണ്ടാക്കേണ്ടത്? നിങ്ങളുടെ വീക്ക്നെസ്സും നിങ്ങളുടെ വീക്ക് പോയിന്റും നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയയും നിങ്ങളുടെ ബലവും ബലഹീനതയും ഏറ്റവും നന്നായിട്ട് അറിയില്ല ആർക്കാ? നിങ്ങൾക്കടാ. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ ടൈം ടേബിൾ, നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ട്. ഈ പ്ലാനിങ്, ഒരു ദിവസത്തെ പ്ലാനിങ് അത് തീരാണ്ടെന്നും ഉറങ്ങൂല, അന്ന് ആ ദിവസം ഉറങ്ങൂല എന്നുള്ളത് നിങ്ങൾ നിർബന്ധിക്കണം. നിങ്ങളെ പട്ടിണിക്കിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കഷ്ടപ്പെടുത്തിയോ ശരീരത്തിനോട് യുദ്ധം ചെയ്തോ വേണ്ടിയില്ല. നമ്മുടെ പ്ലാനിങ് എന്താണോ ആ പ്ലാനിങ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ ദിവസം തീർത്തിരിക്കണം എന്നുള്ളതാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, എല്ലാം ഒരേപോലെ വായിച്ച് പഠിക്കലല്ല. ഞാൻ കുറേ കുട്ടികളെ കണ്ടതും കുറേ ഇങ്ങനെ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന കുട്ടികൾ കുറേ പറയുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറയുന്ന എപ്പോഴും സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമാണ്, കുട്ടി എപ്പോഴും വായിച്ചുകൊണ്ട് പഠിക്കുകയാണ്. വായിച്ചുകൊണ്ട് എല്ലാ സാധനവും വായിച്ച് പഠിക്കാൻ പറ്റുന്ന കാര്യമാണോ? കുറേ അധികം ഡെറിവേഷൻസും കുറേ അധികം മാത്തമെറ്റിക്കൽ അപ്രോച്ചുകളും അല്ലെങ്കിൽ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കണം. നിങ്ങൾ വായിച്ചു പോയ ഒരു ഡെറിവേഷനും
നിങ്ങളുടെ എക്സാം ഹാളിൽ വൃത്തിക്ക് എഴുതാൻ വേണ്ടി പറ്റില്ല. ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, വായിച്ചല്ല ഡെറിവേഷൻ നിങ്ങൾ പഠിക്കേണ്ടത്, എഴുതി പഠിക്കണം. അങ്ങനെ പഠിച്ചാലേ ഡെറിവേഷൻസ് സ്റ്റെക്ക് ആവാണ്ട് വഴിഞ്ഞൊഴുകാൻ വേണ്ടി പറ്റുള്ളൂ, നല്ല മലയാളത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് മക്കളോട് പറയാനുള്ളത്, എല്ലാ എക്സാം, എല്ലാ പേപ്പറും, എല്ലാ ന്യൂമറിക്കൽ പാർട്ടും, എല്ലാ ഡെറിവേഷൻ പാർട്ടും എല്ലാം ഒരുപോലല്ല. ചിലത് വായിച്ചു പഠിക്കാണ്ടില്ലേ. ബയോളജിൻ്റെ പാർട്ട് നമ്മൾ എഴുതി പഠിക്കുന്നതിനേക്കാളും എഴുതിയും പഠിക്കാവുന്നതാണ് കേട്ടോ. വായിച്ചു പഠിക്കുന്നവരുണ്ട്, അതിന് പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ വായിക്കേണ്ട ചില ചാപ്റ്റേഴ്സ് ഉണ്ട്, അത് വായിക്കാം. എന്നാൽ എഴുതി പഠിക്കേണ്ട, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്ത് എഴുതി ആൻസറിലേക്ക് എത്തിക്കേണ്ട ഒരു 3 or 4 ഒക്കെ പ്രാവശ്യം നിങ്ങൾ ഒരു ഡെറിവേഷൻ തന്നെ എഴുതാൻ വേണ്ടി തയ്യാറാണ്. എത്ര നിങ്ങൾക്ക് കിട്ടുന്ന ഡെറിവേഷൻ ആണെങ്കിലും മക്കൾ എന്ത് എഴുതണം? എഴുതി പഠിക്കണം. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ഈ മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പബ്ലിക് എക്സാം ഒരു കിഡിലോസ്കി ആയിരിക്കും, അതിലൊരു തർക്കമില്ല. അങ്ങനെ നല്ല റിസൾട്ടായിട്ട് നിങ്ങൾ വാടാ. എന്നിട്ട് പ്ലസ് വൺ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പ്ലസ് 2 ഒക്കെ നന്നായി ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ക്യാമ്പസിലേക്ക്, നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.